ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് തിരൂരിൽ നിന്നാണ്. വിശ്വനാഥാണ് കത്ത് അയച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം ബിസിനസ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് മാസങ്ങളായി ബിസിനസ് നഷ്ടത്തിലാണ്. ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കിട്ടാവുന്നിടത്ത് നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ളൊരു കാരണം? എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ജനിച്ച ലഗ്നത്തിൻ്റെ ജാതകവിധി പ്രകാരം 8ാം രാശിയായ അഷ്ടമം എന്ന് പറയുന്ന രാശിയിൽ വിഷ സാങ്കല്പിക ഛായാഗ്രഹമായ രാഹു എന്ന തമോ ഗുണത്തിൽപ്പെട്ട ഗ്രഹം ഉള്ളതിനാൽ അതിനെ അഷ്ടമത്തിൽ രാഹു അല്ലെങ്കിൽ അഷ്ടമത്തിൽ സർപ്പം എന്ന് പറയുന്നു. ഈ രാഹുവിൻ്റെ ദശാകാലമാണ് 18 വർഷമാണ്. അപ്പോൾ അഷ്ടമത്തിലെ രാഹു ദശ 18 വർഷമാണ്. അഷ്ടമത്തിൽ തൊട്ട രാഹു തൊട്ടതെല്ലാം പൊട്ടും, നനച്ചതെല്ലാം തെറ്റും. സാമ്പത്തികപരമായിട്ട് അബദ്ധമോ അമിളിയോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ എന്തെങ്കിലും പരാജയങ്ങളോ ചതിവോ കെണിവോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമോ ക്രമരഹിതമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെമറേജ് വന്നിട്ട് ആ ഉൽപ്പന്നങ്ങൾക്ക് ഏതെങ്കിലും നിയമപ്രകാരമുള്ള തടസ്സങ്ങളൊക്കെ വന്നിട്ട് സ്റ്റേ ഇൻജക്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നഷ്ടപരിഹാരം ഇങ്ങനെയുള്ള വേളകൾ വന്നിട്ട് വലിയ ഭാരിച്ച തുകകളൊക്കെ നഷ്ടം വന്നിട്ട് അത് നികത്താൻ ഇടയാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമോശങ്ങളും അബദ്ധമോ അമളിയോ സംഭവിക്കുക. ഇതെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണെങ്കിൽ ഏതെങ്കിലും പങ്കാളി നിമിത്തം എന്തെങ്കിലും ചതിയോ ക്ലേശങ്ങളോ വരാം. ഇതൊന്നുമല്ലാകലും അതത്രമാത്രം ഇത് ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നതെങ്കിൽ തന്നെ മറ്റേതെങ്കിലും ശാരീരിക രോഗങ്ങളോ അപകടങ്ങളോ സംഭവിച്ച് ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വയ്യാതെ അത് ഇട്ടുതല്ലിപ്പോവുകയോ അല്ലെ പകരം ആളിനെ വെച്ചിട്ട് ആ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വരാഹിത്യം ഉണ്ടാവുകയോ ചെയ്യും. അല്ലെ ബിസിനസ്സിൽ എന്തെങ്കിലും വൻ മോഷണങ്ങൾ നടത്തി അവർ മുങ്ങും. എങ്ങനെ വന്നാലും 8ൽ സർപ്പം നിൽക്കുന്ന ആ ദശാകാലം അനുഭവിക്കുന്നവർക്ക് കഷ്ടനഷ്ടങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും ദുരിതങ്ങളും ആയിരിക്കും മിച്ചം വരുന്നത്. അവയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ അനാരോഗ്യമോ അപകടമോ കൂടുതലായി സംഭവിക്കാം. ഇതിന് ദോഷപരിഹാരങ്ങളായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ പരിഹാരമുള്ളൂ. വ്യാഴദശ എടുക്കുന്ന കാലഘട്ടത്തിൽ ഈ ബിസിനസ്സുകളുമാകുമോ ഈ കമ്പനിയുമാകുമോ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു പൊതു ജീവിത മാർഗം തേടുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം രാഹുദശയിൽ കഷ്ടനഷ്ടങ്ങൾ വന്നവർ ആ പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തെ രാഹുകാലത്തിങ്കൽ പ്രത്യേകം സസ്യാഹാരാദികളോ ഒക്കെ കഴിക്കുന്ന ദിവസമായിരിക്കണം. ആ ദിവസങ്ങളിൽ രാഹുപ്രീതികരങ്ങളായ കർമ്മങ്ങളോ പ്രാർത്ഥനകളോ സർപ്പത്തിന് 100 പാലും വഴിപാടൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാഠിന്യങ്ങൾ കുറയും. വെയിലത്ത് കുട ചൂടുന്ന പോലെ അല്ലെ മഴയത്ത് കുട ചൂടുന്ന പോലെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. വ്യാഴദശയിൽ 8ലെ വാരം എള്ളേ തീരും എന്ന് പറഞ്ഞ മാതിരി ഇതിൻ്റെ ക്ലേശഫലങ്ങളെല്ലാം മാറി ഗുണഫലങ്ങൾ ഉണ്ടാവും. വ്യാഴം ഹംസമഹായോഗം നിൽക്കുന്ന വ്യാഴദശയാണ് വരുന്നത്. കാരണം ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്ത് വളരെ സമ്പന്നനാവാനും അതുപോലെ തന്നെ മാനസിക ശാരീരിക സാമ്പത്തിക ക്ലേശങ്ങൾ മാറി ഉണർവും ഉന്മേഷവും കാര്യപ്രാപ്തിയും സുഖപ്രാപ്തിയും ശ്രേഷ്ഠത്വവും കൈവരിക്കാനുള്ള ഒരു കാലഘട്ടം അടുത്ത 10-16 വർഷത്തേക്ക് വരുന്നുണ്ട്. എങ്കിലും 2029 മുതലേ ആ ദശാകാലം എടുക്കത്തുള്ളൂ. അവിടം വരെ കഷ്ടനഷ്ടങ്ങളാണ്. അധികം പണമൊന്നും ബിസിനസ് മുടക്കേണ്ടതില്ല. മുടക്കിയാൽ വീണ്ടും നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഉള്ളവ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുക.